ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വീണ ഹരിയുടെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നു. അതിനുശേഷം വീണ പറയുന്നുണ്ട്, ഹരിയേട്ടൻ പൊക്കോളും, ഞാൻ വന്നോളാം, സമാധാനമായി പ്രാർത്ഥിച്ചിട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും നാളും ഭക്തി ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ഭക്തി വരുന്നത് കൊണ്ട് ഭയങ്കര ഭക്തിയൊന്നും ആകരുതെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഹരി പോകുകയാണ്. പെട്ടെന്ന് വീണയുടെ അടുത്തേക്ക് ഒരു കാർ വരുന്നു. അതിൽ നിന്നൊരു പെൺകുട്ടി വെളിയിലേക്ക് വന്നിട്ട് വീണയോട് പറയുന്നുണ്ട്, ശ്രേയ പറഞ്ഞിട്ട് കാറുമായിട്ട് ഞാൻ വന്നതാണ്, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. വീണ കാറിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റുന്നു. അതിനുശേഷം മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് വീണയുടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നു. ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ ആ സമയത്ത് വീണയുടെ ഫ്രണ്ട് ശ്രേയയും വരുന്നു. കൂടെ ഒരാൾ കൂടിയുണ്ട്. ശ്രേയ അയാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വീണയ്ക്ക് ഇത് വിപിനാണ്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് പറയുന്നു. ശ്രേയ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്ത് വിപിൻ പറയുന്നുണ്ട്, ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ. വീണയെ കാണാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമാണെന്ന് പറയുന്നു. അതിനുശേഷം നമ്പർ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന്. തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ താൻ വലിയ മോഡലായി മാറുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വിപിൻ അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വീണയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ കാണിക്കുന്നത് ജീവനെയാണ്. ജീവനാണെങ്കിൽ ശരവണന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എപ്പോഴും ആ നിത്യ എന്ന പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നത് എന്തിനാണ്? ആ പെണ്ണിന് അതിനു മാത്രം എന്ത് പ്രത്യേകതയാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു. ശരവൺ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. ശരവണൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട, ഈ വിവാഹം ഞാൻ ഉറപ്പായിട്ടും മുടക്കിയിരിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് സുജാതാമ്മ അവിടേക്ക് വരുന്നുണ്ട്. എന്തു മുടക്കുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, ശരവണന്റെ ആണെങ്കിൽ ഒരു വിവാഹത്തിന് പോകണമെന്ന് പറഞ്ഞു, 1 മാസത്തെ ലീവ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞതാണ് ആ വിവാഹം മുടക്കുമെന്നൊക്കെ. സുജാതാമ്മ അപ്പോൾ പറയുന്നുണ്ട്, 2 പേർക്കും കുട്ടിക്കളിയാണെന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് നിത്യയാണ്. നിത്യ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പിന്തുടർന്ന് വിമലൻ ചെല്ലുന്നുണ്ട്. നിത്യക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിത്യ ഓരോ കടയിൽ കയറുമ്പോഴും വിമൽ ശല്യം ചെയ്യുന്നുണ്ട്. ആ കടയിൽ കയറണ്ട, അവിടെയുള്ളവരാരും ശരിയല്ല, നിന്നെ തുറിച്ചു നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ സ്ഥിരം വരുന്നതാണ്, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ. മാർക്കറ്റിലേക്ക് കുറച്ച് മോഡേൺ ആയ പെൺകുട്ടി വരുന്നുണ്ട്. ആ സമയത്ത് ആ പെൺകുട്ടിയെ കുറച്ച് മയക്കുമരുന്ന് കഴിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ ശല്യം ചെയ്യുന്നു. ആ കുട്ടിയെ ശല്യം ചെയ്യുന്നത് കണ്ടിട്ട് ആരും ഇടപെടുന്നില്ല. നിത്യ അപ്പോൾ ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വിമൽ അപ്പോൾ തടയുന്നുണ്ട്. പക്ഷെ നിത്യ അതൊന്നും കേൾക്കാതെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ. വിമൽ നിത്യ അവിടെ നിന്നും പിടിച്ചു വലിച്ചോണ്ട് വരുന്നുണ്ട്. ഇതിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനെ അടിക്കുന്നു. അടിക്കുന്നത് ഹരിയാണ്. നിത്യയ്ക്ക് അടിക്കുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അതിനു മുമ്പേ വിമൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിത്യ വിമലിനോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഒളിച്ചോടുന്നതല്ല ആണത്തമെന്നൊക്കെ പറയുന്നു. പിന്നെ അവിടെ നിൽക്കാതെ നിത്യ വീട്ടിലേക്ക് പോവുകയാണ്. പെൺകുട്ടിയെ ഉപദ്രവിച്ച എല്ലാവരെയും ഹരി അടിച്ച് ശരിയാക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് നന്ദിയും പറയുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ വിപിന്റെ നമ്പർ എടുത്തിട്ട് മിസ് കോൾ അടിക്കുന്നുണ്ട് വീണ. ഉടനെ തന്നെ വിപിൻ തിരിച്ചു വിളിക്കുന്നു. വീണ അപ്പോൾ പറയുന്നുണ്ട്, അറിയാതെ കോൾ പോയതാണെന്നൊക്കെ, ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കുന്നു. വിപിൻ അപ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. സുന്ദരിയായ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. വീണ പറയുന്നുണ്ട്, ഞാൻ വീടിന്റെ ഫോട്ടോയൊക്കെ കണ്ടായിരുന്നു, അത് കൊട്ടാരം പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു. വിപിൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, താനാണെങ്കിൽ എന്നെ കുറിച്ചൊരു സെർച്ച് പോലും നടത്തിയല്ലോ, കൂട്ടുകാരിയുടെ സേഫ്റ്റി ഓർത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു. അതോ നമ്മൾ കാണാൻ വൈകിപ്പോയോ എന്നൊക്കെ പറയുന്നു. വീണ അപ്പോൾ പറയുന്നുണ്ട്, ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്, നമ്മൾക്കിടയിൽ ശ്രേയ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞേനെ. വിപിൻ പറയുന്നുണ്ട്, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമെന്നൊക്കെ. വീണ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇനി കാണുമോ എന്ന്. വിപിൻ അപ്പോൾ പറയുന്നുണ്ട്, തനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാമെന്നൊക്കെ. വീണ ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ച കാര്യം ശ്രേയോട് പറയുന്നുണ്ടോ എന്ന്. വിപിൻ അപ്പോൾ പറയുന്നുണ്ട്, ഇത് പറയുന്നില്ല, ഇത് കുറച്ച് സ്പെഷ്യലും സീക്രട്ടുമാണെന്നൊക്കെ പറയുന്നു. ഇന്ന് രാത്രിയിൽ പാടത്ത് ഹരിയും കൂട്ടുകാരനും ഇരിക്കുകയാണ്. ഹരി കൂട്ടുകാരനോട് പറയുന്നുണ്ട്, അതാരായിരിക്കും, ആ പെൺകുട്ടി എന്റെ കവിത പാടിയില്ലേ, അതാരായിരിക്കും എന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതിയത് വേറെ ഏതോ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നൊക്കെയാണ്. നിന്റെ മനസ്സിൽ ഇപ്പോൾ അവളോട് പ്രണയമല്ല, നിന്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, നീ ഒന്നിനെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഹരി പറയുന്നു, എനിക്ക് ആ ശബ്ദം മനസ്സിൽ നിന്നും പോകുന്നില്ല, എന്റെ മധുര നമ്പരക്കാറ്റ് അവള് പാടിയപ്പോഴാണ് പൂർണ്ണമായത്. ഇത്രയും നാള് ഞാൻ കാത്തിരുന്നാൾ എന്റെ തൊട്ടടുത്ത് ശബ്ദമായിട്ട് വന്നതുപോലെയൊക്കെ തോന്നുന്നു.
ഞാൻ കാത്തിരുന്ന പെൺകുട്ടിയാണ്, അവൾ എനിക്കുള്ളതാണെന്ന് എന്റെ മനസ്സ് പറയുന്നെന്നൊക്കെ ഹരി പറയാണ്. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഒന്നുകൂടെ നമുക്ക് കോളേജിൽ പോയി അന്വേഷിച്ചാലോ എന്നൊക്കെ. കൂട്ടുകാരനപ്പോൾ പറയണം, ഉറപ്പായിട്ടും പോകാം. നീ വല്ല സീനിയർ പെൺകുട്ടിയാണോ, 2 പിള്ളേരൊക്കെ ഉള്ളതാണോ എന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. കൂട്ടുകാരൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നാളെ പോകാം, നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഇപ്പം മനസ്സിൽ പ്രണയമായതുകൊണ്ട് നല്ല കവിതയൊക്കെ വരുമെന്ന് പറയുന്നു. അതിനുശേഷം കൂട്ടുകാരൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നിത്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമൽ തൊട്ടടുത്തേക്ക് ചെല്ലുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.